8 രൂപ. ബീഫ് 100 കൊണ്ടിരണ്ട, പേര് നിറയുണ്ട്. മനസ്സിലായി. അപ്പം വീണ്ടും തുറന്നു 2 ആഴ്ച അല്ലേ? അപ്പം ഇല്ല, എല്ലാവർക്കും വന്ന് കഴിക്കാനല്ലേ? നമുക്ക് ഇപ്പം നേരത്തെ നമ്മൾ നല്ല ആഹാരം കഴിച്ചിട്ടുണ്ട്. അത് ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇവിടെ കഴിക്കാൻ വേണ്ടി ചെറിയ തട്ടുകടയിൽ പറഞ്ഞത്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അഡീഷണൽ കളറോ വേറെ മസാലയൊന്നും ചേർക്കാത്ത സാധാ വീട്ടിൽ വെക്കും പോലെയുള്ള മസാല ചേർത്തിട്ടുള്ള ബീഫ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നല്ല ബീഫ് ഉണ്ടാ, നല്ല ബീഫ്, ചൂട് ബീഫ്. അതുപോലെ തന്നെ ഉപ്പും മസാലയും പിന്നെ നല്ല ചൂട് ദോശ കേട്ടോ. എത്ര ദോശ? 8 രൂപ. ബീഫ് 100 കൊണ്ടിരണ്ട, പേര് നിറയുണ്ട്. അപ്പം നമ്മൾ ചൂട് ദോശയുടെ കൂടെ ചൂട് ബീഫ് ഇങ്ങനെ തട്ടിയിട്ട് ഒരു പിടി പിടിക്കുന്ന വെച്ചാൽ വേറെ ലെവലാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വായിൽ വെള്ളം ഊറി കപ്പലോടിയെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവും. കാരണം ആ ഒരു രുചി വേറെ ലെവൽ. ബീഫും ദോശയും കൂടെ നൈസായിട്ടൊന്ന് വായിൽ വെച്ചിട്ട് ഒന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് അടിപൊളി. നല്ല ഗ്രേവി, മസാലയും. രാധാമയുടെ കൈപുണ്യം രുചിച്ചറിയാത്ത ഒറ്റ ആളുകൾ ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഈ കുഞ്ഞു കടലിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാധാമയുടെ ഹസ്ബൻഡ് കിടപ്പ് രോഗിയാണ് കേട്ടോ. ഇപ്പം രാധാമയുടെ ഹസ്ബൻഡ് രാധാമ വിട്ട് പോയി. ഒരു മകളുണ്ട്. മകള് അത്ര ഇതൊന്നും ആരോഗ്യമായിട്ടില്ല. അവരിവിടെ ഇപ്പം സഹായിക്കുന്നുണ്ട്. വേറെ ആരും സഹായിക്കുന്നതന്നെ ഇല്ല. ഈ ഫുഡ്, ഇവിടുത്തെ ആഹാരം, മരച്ചിനിയും നമ്മുടെ ട്രിവാൻഡ്രത്തിലെങ്കിലും മരച്ചെന്ന് പറയും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കപ്പയെന്ന് പറയും. കപ്പയും മീൻകറിയും പിന്നെ ഈ ബീഫും ദോശയും ഇത് മാത്രമേ ഉള്ളൂ. വേറെ അഡീഷണൽ ആയിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ രാധാമയുടെ ഹസ്ബൻഡ് മരിച്ച ശേഷം രാധാമ ഇടയ്ക്ക് കട ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ സുഖമില്ലാത്ത ഹസ്ബൻഡിനെ നോക്കാനായിട്ട് ഇടയ്ക്ക് കട ക്ലോസ് ചെയ്യാറുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ചൂട് ദോശ, ചൂട് ബീഫ്, വേറെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളതാണോ ബീഫ്. ഡൺ കഴിഞ്ഞാ? ഫുഡെല്ലാം കഴിഞ്ഞാ? കുറച്ച് ഉണ്ടാക്കണമല്ലോ, ആൾക്കാർ കുറവായുണ്ട്. ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി കച്ചവടം കൂടണ്ടേ? വരുമ്പം ചെയ്യണം അല്ലേ? ഓക്കെ, വരും കേട്ടാ കച്ചവടം. ഇങ്ങനെ കഴിക്കാനായിട്ട് ആൾക്കാർ എത്തുന്നുണ്ട്. നോക്കട്ടെ, അല്ലേ? മോങ്ങാണ്. അതൊന്ന് കഴിച്ചാണോ? ഫുഡ് കഴിച്ചാണോ? എങ്ങനെയുണ്ട് ഫുഡ്? കണ്ടാ ചേട്ടാ? ഫുഡ് കഴിച്ചാ? അടിപൊളി. രാധാമയുടെ കട എവിടെ നിന്ന് അറിയണ്ടേ? ട്രിവാൻഡ്രം ജംഗ്ഷനിൽ നിന്ന് ആറ്റുകാൽ പോകുന്ന വഴിക്ക്, ആറ്റുകാൽ കഴിഞ്ഞ് കാലടി ജംഗ്ഷൻ എത്തുന്ന മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ധർമ്മവിടുമ്പ് ലൈൻ വരും. അവിടെ രാധാ തട്ടുകൾ ചെറിയൊരു ബോർഡുണ്ട്. ഈ ചെറിയ കട അവിടെ കാണാം.